എല്ലാവർക്കും യുഎയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കേ ഒരു കത്ത് കിട്ടിയിട്ടുണ്ട്. ആരപ്പം ഈ സമയത്ത് കത്ത് അയക്കാൻ എല്ലാവരും ഇമെയിലൊക്കെ അയക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു കത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ കത്തൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. പ്രിയപ്പെട്ട അൺമാസ്കിംഗ് പ്രവർത്തകർ അറിയാൻ പറയട്ടെ. നിങ്ങൾ എയറിലേക്ക് അയച്ച 2 എച്ചുകൾ, അതായത് സംഘി ഫണ്ട് വാങ്ങിയവരും സംഘി ഫണ്ട് ഓഫർ വന്നവരും എയറിൽ ഉള്ള വാതക കുഞ്ഞുങ്ങൾക്കിടയിൽ വർഗീയത പ്രചരിപ്പിക്കുന്നു. മാത്രമല്ല, മര്യാദക്ക് പണിക്ക് പോയി ജീവിക്കുന്ന ബാക്ടീരിയകളെയും വൈറസുകളെയും അതിൽ ഒരുത്തൻ നിരന്തരമായി ഡിബേറ്റിന് വിളിച്ച് ശല്യം ചെയ്യുന്നുണ്ട്. ആരപ്പം അങ്ങനെ ചെയ്യുന്നത്? ഇവറ്റകളാകെ എയറിൽ ഉപദ്രവമായിക്കൊണ്ടിരിക്കുകയാണ്. അത് ശരി. താരതമ്യേന ഡെൻസിറ്റി കുറഞ്ഞ നൈട്രജനും ഹൈഡ്രജനും താഴോട്ട് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയിൽ കുടുങ്ങിക്കിടക്കുന്നു. മാത്രമല്ല, ഓക്സിജൻ അവരെ നോക്കി പല്ലൊളിച്ച് കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇവറ്റകളെ എത്രയും പെട്ടെന്ന് ബഹിരാകാശത്തേക്ക് അയക്കണമെന്ന് അറിയിക്കുന്നു. അല്ലേൽ നിയമ നടപടി നേരിടേണ്ടി വരും. ഷെടാ, ഈ ചെങ്ങായിമാരെ കൂടുതൽ ശല്യമായിപ്പോയല്ല. ഇവരെവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ. ഇവരെ നമ്മൾ കരയിൽ ഉപദ്രവമായിട്ടാണ് ഇവരെ നേരെ എയറിലേക്ക് വിട്ടത്. ഏറിപ്പോയ സമയത്ത് അവിടെ കിടന്നിട്ട് ഉപദ്രവം ഉണ്ടാക്കുന്നവർക്ക് മാത്രമല്ല, അതിനകത്തുള്ള ബാക്ടീരിയനെയും വൈറസിനെയൊക്കെ അതിലൊരുത്തം കയറി ഡിബേറ്റിന് വിളിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. എന്തൊരു കഷ്ടമാണല്ലേ. നമുക്കേ അങ്ങനെയാണെങ്കിൽ നിയമ നടപടി നേരിടേണ്ടി വരുമെന്ന് പറയുന്നുണ്ടല്ലോ. സ്വാഭാവികമായിട്ടും നമുക്ക് പ്രശ്നമാകും. അതുകൊണ്ട് ഇവന്മാർ നമുക്ക് നേരെ ബഹിരാകാശത്തേക്കാണ് വിടാം. പിന്നെ അവിടെ ചെന്ന് വല്ല ഉപഗ്രഹങ്ങളും ഗ്രഹങ്ങളും കയറി നമുക്കെതിരെ കേസ് കൊടുക്കാതിരുന്നാൽ മതി. അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവന്മാരെ നമ്മൾ ബഹിരാകാശത്തേക്ക് അയക്കുന്നതിന് മുമ്പ് ഈ ഫണ്ട് വാങ്ങി ഒരുത്തരുണ്ടല്ലോ, അവൻ നേരെ പണി എടുക്കണ്ടോ നോക്കണ്ടേ. അപ്പോൾ നമുക്ക് അവൻ പണി എടുക്കണ്ടോ നോക്കാം. അപ്പോൾ അതിൽ ഞാനൊരു ന്യൂസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ 2 ദിവസം മുമ്പ് ന്യൂസാണിത്. 5 സെപ്റ്റംബർ 2025 റിപ്പോർട്ട് ടിവിയുടെ ന്യൂസാണ്. 34 വാഹനങ്ങളിൽ ചാവേറുകൾ എന്ന് പറഞ്ഞാൽ എന്താ? അതന്നെ, മറ്റേ സൂയിസൈഡ് ബോംബേഴ്സ്. 400 കിലോ RDX, 1 കോടി ആളുകളെ കൊല്ലും. ഭീഷണിക്ക് പിന്നാലെ മുംബൈയിൽ ജാഗ്രത. ആരെത്ര വലിയ തീവ്രവാദ ആക്രമണം നടത്തുന്നുള്ള വെല്ലുവിളിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം, അടുത്ത ന്യൂസ് കാണാം. 34 വാഹനങ്ങളിൽ ചാവേറുകൾ, 1 കോടി ആളുകളെ കൊല്ലും. മുംബൈയിൽ ഭീകരാക്രമണ ഭീഷണി മുഴക്കിയ പ്രതി അറസ്റ്റിൽ. പുള്ളിക്കാരൻ്റെ പേരെന്താ? അശ്വിൻ കുമാർ സുപ്ര എന്നയാളെയാണ് പോലീസ് നോയിഡയിൽ നിന്ന് പിടികൂടിയത്. അത് ശരി. അപ്പോൾ നമുക്ക് ഈ ന്യൂസ് ഉണ്ടല്ലോ, ഈ ന്യൂസ് നമുക്ക് ആരിഫിൻ്റെ FB പേജിലുണ്ട് നോക്കാം. അപ്പോൾ നമുക്ക് അതൊന്ന് തുറന്നു നോക്കാം കേട്ടോ. ആരിഫ് ഹുസൈൻ തെരുവത്ത് പിന്നെ ഹമാസിനെ പറയുന്നുണ്ട്. പിന്നെ വേറെന്തോ ലൈവിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു ദിവസം മുമ്പത്തെ ന്യൂസ് ആട്ടോ അതൊക്കെ. അടുത്ത ഒരു സംഘീയ അനുകൂല പോസ്റ്റിന് വേണ്ടി പോകുന്നൊരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ഓക്കെ. മുസ്ലിങ്ങളെ കുറിച്ച് എന്തോ കാര്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അടുത്തത് വെൽക്കം ലിറ്റ്മസ്. പിന്നെ ക്രിസ്ത്യൻ കലിമ ചൊല്ലി എന്ന് പറഞ്ഞിട്ട് എന്തോ സാധനം ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ദിവസം അഫ്ഗാനിലെ ന്യൂസൊക്കെ ഉണ്ടല്ലോ. അഫ്ഗാനത്തെ ന്യൂസൊക്കെ ഇതിൽ കിടക്കുന്നുണ്ട് കേട്ടോ. സ്ത്രീകളെ സ്പർശിക്കാൻ പാടില്ല. പിന്നെ പോട്ടെ. എവിടെ അത് ശരി. പൈസ കൊടുത്ത സംഖ്യകളൊന്നും ഒരു പേടിക്കണ്ട. നല്ല നന്ദിയുള്ള വർഗത്തിനെ കിട്ടിയിട്ടുള്ളത്. നല്ലോണം പണിയെടുക്കുന്നുണ്ട്. അങ്ങ് അഫ്ഗാനിലെ ന്യൂസ് വരെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിൽ ഒരുത്തൻ ഭീകരാക്രമണ ഭീഷണി മുഴക്കിയത് കൊടുത്തിട്ടില്ല. അതിന് കാരണം എന്താ? ഒന്നുമില്ല. മുസ്ലിം പേരല്ല. അവിടെ ഉസ്മാൻ എന്നൊക്കെയായിരുന്നു. രസം ഉണ്ടായിരുന്നു. ഇത് ഉസ്മാൻ ഒന്നുമല്ലല്ലോ. അങ്ങനെയൊക്കെയാണ് രസം ഉണ്ടല്ലോ. അങ്ങനെയൊക്കെയാണെങ്കിൽ എപ്പോൾ ചാടി കയറി ഇട്ടെന്ന് ചോദിച്ചാൽ മതി. ഇത് അശ്വിൻ കുമാർ സുപ്ര. കേൾക്കുമ്പോൾ എന്തൊരു സുഖമല്ല അല്ലേ. അപ്പം അശ്വിൻ കുമാർ സുപ്ര ഒരു രസമില്ലാത്ത പേര്. അതുകൊണ്ടാണ് പുള്ളിക്കാരൻ, അല്ലാതെ വേറൊന്നുമല്ല കേട്ടോ. നിങ്ങൾക്ക് നല്ലൊരാളെ കിട്ടിയിട്ടുണ്ട്, നല്ല പണിക്കാരനെ കിട്ടിയിട്ടുണ്ട്. ഇടയ്ക്ക് തിന്നാൻ കൊടുത്താൽ മതി. അങ്ങനെ പോട്ടെ. ഇനി വേറെ കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ സംഘി ഫണ്ടിന് വിഷയം സംസാരിച്ചപ്പോൾ അതിനുശേഷം ലിയാക്കത്തെ കുറേ വീഡിയോ ചെയ്തു. ലിയാക്കത്ത് ഞാൻ ചെയ്ത മുമ്പത്തെ വീഡിയോ റിയാക്ട് ചെയ്തെന്നല്ലാതെ സംഘി ഫണ്ടിനെ കുറിച്ചിട്ട് ആരിഫ് ഹുസൈനോ ലിയാക്കത്തോ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. അതായത് സംഘി ഫണ്ട് വാങ്ങിയവനും സംഘി ഫണ്ട് ഓഫർ വന്നവനും മിണ്ടിയിട്ടില്ല. എന്താ കാരണം? അത് എടുക്കൂല. ആ സാധനം എടുക്കാൻ പോകുന്നില്ല. അത് എടുക്കാനുള്ള ആംബിയർ ഇവന്മാർക്കില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യാൻ അറിയും? നമ്മൾ വേറൊരു സാധനം, അതായത് ഇവന്മാരെന്തായാലും നമ്മളിപ്പോൾ പറഞ്ഞ സംഘി ഫണ്ട് എടുത്തിട്ടില്ലല്ലോ, ഇനി എടുക്കാൻ പോകണമില്ല. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് മുമ്പ് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പം നമ്മുടെ ആരിഫേട്ടൻ്റെ സംഘി ഫണ്ട് വാങ്ങിയവന് ഒരു കാര്യം പറയും, ഒരു ചോദ്യം ചോദിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം. ഈ വിശ്വാസികൾ പറയുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണല്ലോ, നമ്മളെ കുറിച്ച് ആരോപിക്കുന്നത്. ഖുർആനിൽ നിന്നും സന്ദർഭത്തിൽ നിന്നും അടർത്തി മാറ്റിയെന്നാണ് അവർ നമ്മളെ കുറിച്ച് പറയുന്നത്. ഒരെണ്ണം നിങ്ങൾ കാണിക്കൂ, നമ്മൾ ഇസ്ലാമിലെ സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റിയത് ഏതാണ്? മനസ്സിലായല്ലോ. ഖുർആനിൽ ഹദീസിനൊക്കെ സന്ദർഭത്തിൽ നിന്ന് എടുത്ത് അടർത്തി മാറ്റിയത് ഒന്ന് കാണിച്ചു തരാൻ പറയാണ്. ഒരുപാടാണ്. നമ്മൾ നുണ സീരിയസ് എന്ന് പറഞ്ഞിട്ട് ഈ ആരിഫിൻ്റെ ഒക്കെ എടുത്ത് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ നുണ പറയുന്നവനാണെന്നും പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇറക്കിയ ആളാണ് ഈ ആരിഫ്. വയ്യാഞ്ഞിട്ടാണ്, സമയമില്ല. അപ്പൊ നിങ്ങൾ ഏതായാലും ഇതൊക്കെ വെരിഫൈ ചെയ്ത് തരുന്നുണ്ട്. നമ്മൾ ഇനി എടുത്ത് വീഴ്ചയുള്ളൂ. ബാക്കി നിങ്ങളായി നിങ്ങളെ പാടായി നോണയൊക്കെ നമ്മൾ ഇനി
ചറവറ പറഞ്ഞുകൊണ്ടിരിക്കാൻ പോവാണ്. ഒരു വെരിഫിക്കേഷൻ നമ്മൾ നടത്താൻ പോകുന്നില്ല. അപ്പോൾ എനിക്കതിൽ ഇഷ്ടപ്പെട്ട ഒരു സാധനം കേട്ടോ, അതിലെനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയൊരു സംഭവം, അത് നമുക്കൊന്ന് എടുത്തിട്ട് ഒന്ന് കാണിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ചേച്ചിക്ക് മനസ്സിലാകാൻ പോകണമെന്നില്ല, ചേട്ടനും മനസ്സിലാകാൻ പോകണമെന്നില്ല, സംഘി ഫണ്ട് കിട്ടിയ ആരിഫ് ഹുസൈനും അവൻ്റെ കൂട്ടാളികൾക്കൊന്നും മനസ്സിലാകാൻ പോകുന്നില്ല. കാരണം അത് ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്താലും അവർ സ്വീകരിക്കാൻ പോകുന്നില്ല. നേരെ മറിച്ച് നമ്മൾ കേൾക്കുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രം ജസ്റ്റ് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. 1 മിനിറ്റ് ഒരു കാര്യം ജസ്റ്റ് പറഞ്ഞുതരാം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഒരാൾ വരികയാണ്. അത് അദ്ദേഹം പറയുകയാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറേബ്യയിലെ ഏറ്റവും സുന്ദരിയായിട്ടുള്ള ഒരു വിധവയെ ഞാൻ വിവാഹം കഴിച്ച് തരട്ടെ ചോദിക്കണമാണ്. എന്ന് മാത്രമല്ല, ആ വിധവക്ക് റസൂലിന് ഇഷ്ടമാണ്, താല്പര്യമുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട് എന്ന് ഇവർ പറയും. അപ്പോൾ പ്രവാചകൻ എന്ത് ചെയ്യാണ്? അത് സമ്മതിക്കുന്നു, അവരുമായിട്ടുള്ള നിക്കാഹ് കഴിക്കുന്നു. പണ്ടത്തെ കാലഘട്ടം അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കോൾ സൗകര്യമൊന്നുമില്ല. അവർക്ക് താല്പര്യമുണ്ട് എന്ന് അറിഞ്ഞു. റസൂല് ഇവരുടെ പിതാവുമായിട്ട് നിക്കാഹ് കഴിഞ്ഞു, വിവാഹം കഴിഞ്ഞു. പിന്നെ ഇസ്ലാമിക വിവാഹത്തിൽ 2 ഭാഗങ്ങളുണ്ട്. ഇപ്പോൾ ഒരു നിക്കാഹ് കഴിഞ്ഞു, ഒരു കരാറ് കഴിഞ്ഞു. പിന്നീട് അവർ ഒരുമിച്ച് താമസിച്ചിട്ടില്ല. പിന്നീട് റസൂൽ ഇവരെ ഒരു വീട് കൂടാൻ വേണ്ടിയിട്ട് ഒരു വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഒരു തോട്ടത്തിൻ്റെ സെൻറ്ററിലുള്ള ഒരു വീട്ടിലേക്കാണ് കൊണ്ടുവരുന്നത്. അപ്പം അവരവിടെ വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപ്പോഴവർ കാണുന്നത്. അപ്പോൾ റസൂലിനെ അവർ കണ്ടു. അവർ റസൂൽ പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു പ്രൗഢ ഗംഭീരമായിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നും കാണാത്തത് കൊണ്ട്, രാജാവ് എന്നൊക്കെ പറയുമ്പോൾ, ഭരണാധികാരി എന്നൊക്കെ പറയുമ്പോൾ ഒരു റിച്ച് ലെവൽ ഫീൽ ചെയ്യുമല്ലോ, അങ്ങനെയൊന്നും കാണാത്തത് കൊണ്ട് അവർ പറഞ്ഞു, എനിക്ക് നിങ്ങളുമായിട്ടുള്ള വിവാഹ ബന്ധം കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറയുന്നു. അങ്ങനെ റസൂൽ ഇവരെ മാന്യമായിട്ട് തിരിച്ചയക്കണം. അല്ലാതെ ഞാൻ നിങ്ങളെ വിവാഹം കഴിച്ചതാണ്, നിർബന്ധമായിട്ടും നീ എൻ്റെ ഭാര്യയായിട്ട് നിൽക്കണം എന്ന് പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് അവരെ നേരെ സമ്മാനങ്ങളെല്ലാം കൊടുത്തിട്ട് ഡിവോഴ്സ് ചെയ്ത് പറഞ്ഞയക്കുകയാണ്. അതേപോലെ തന്നെ ഇത് പ്രവാചകനാണെന്ന് തെളിയിക്കുന്നൊരു ഹദീസ് കൂടിയാണ്. കാരണം റസൂലിന് വേണമെങ്കിൽ അവിടെ എന്തെങ്കിലും വിളിച്ച് പറയാം അല്ലേ, ഒരു ആയത്ത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തിട്ട് നീ എൻ്റെ ഭാര്യയായിട്ട് നിൽക്കണം എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഒരു കള്ള എന്തെങ്കിലും ഉടായ്പ കാണിക്കാം. പക്ഷേ അങ്ങനെയൊന്നും ചെയ്യാതെ റസൂൽ എന്ത് ചെയ്യണം? അത് ഏറ്റവും സുന്ദരിയായ സ്ത്രീ, അതാണ് വേറെ രസം. ആ അറേബ്യയിലെ ഏറ്റവും സുന്ദരിയായിട്ടുള്ള സ്ത്രീ എന്ന് പ്രത്യേകം ആ ഹദീസ്, ആ ഒരു ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു അറേബ്യയിലെ ഏറ്റവും സുന്ദരിയായിട്ടുള്ള ആ വിധവയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം കഴിച്ച ശേഷം താല്പര്യമില്ല എന്നറിഞ്ഞപ്പോൾ തിരിച്ച് പറഞ്ഞയക്കുന്നതാണ് ഈ ഹദീസ്. ഈ ഒരു ഹദീസ് എടുത്തിട്ട് ആരിഫ് ഹുസൈനും ലിയാഖത്തിലേക്ക് ഒരുപാട് ഇങ്ങനെ വക്രീകരിക്കാൻ ശ്രമിച്ചു. അതായത് ഇപ്പം എക്സ് മുസ്ലിംസിൻ്റെയും ഫ്രീ തിങ്കേഴ്സിൻ്റെയൊക്കെ ഒരു രീതി ഉണ്ടല്ലോ, തോട്ടത്തിൽ അവരെന്താണ് സ്ത്രീകളോട് പെരുമാറാൻ അവർ ആഗ്രഹിക്കുന്നതുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അത്തരം സംഭവങ്ങളൊക്കെ അവർ ഇസ്ലാമിൻ്റെ മേലെ കൊണ്ടുപോയിട്ട്, പ്രവാചകൻ്റെ മേലെ കൊണ്ടുപോയിട്ട് ആരോപിക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഇവരുടെ ആ പരിപാടികളൊക്കെ റസൂലിൻ്റെ മേലെ കൊണ്ടുപോയിട്ട് ആരോപിക്കാൻ ശ്രമിച്ചു. പക്ഷേ എന്തായി? അത് പിടിക്കപ്പെട്ടു. നമുക്കതൊന്ന് കാണാം. അനിഷ്ടം പ്രകടിപ്പിക്കുന്നു. അപ്പൊ അനിഷ്ടം പ്രകടിപ്പിച്ചപ്പോൾ റസൂൽ എന്താ ചെയ്തത്? അപ്പോൾ അതും വളരെ പ്രശ്നം മാതൃകയാണ്. നമ്മൾ പറയുന്നത് ഈ വിമർശനത്തിൽ മാതൃക ഉണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ വിവാഹം ചെയ്തിട്ടും പെണ്ണിന് താല്പര്യമില്ല എന്ന് അറിഞ്ഞപ്പോൾ, അല്ല ഞാൻ വിവാഹം ചെയ്തിട്ടുണ്ട്, എന്റെ വാപ്പ എനിക്ക് വിവാഹം ചെയ്ത് തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടുന്നേ പറ്റുള്ളൂ, എനിക്ക് കീഴൊഴിഞ്ഞേ പറ്റുള്ളൂ എന്നല്ല റസൂൽ പറയുന്നത്. മറിച്ച് അങ്ങനെ വിവാഹം ചെയ്തതിന് ശേഷമാണെങ്കിലും നിക്കാഹിന് ശേഷമാണെങ്കിലും താല്പര്യമില്ലെങ്കിൽ വളരെ മാന്യമായി പാരിതോഷികങ്ങൾ അടക്കം കൊടുത്തുകൊണ്ട് വളരെ ഏറ്റവും മാന്യമായി തിരിച്ചയക്കുക. അതായത് വിവാഹം ചെയ്ത സ്വന്തം ഭാര്യയെ പിന്നെ താല്പര്യമില്ലെന്ന് അറിഞ്ഞപ്പോൾ മറ്റൊന്നും മറുത്തു പറയാതെ, ഇവൻ അവർ കുറച്ച് ഹാർഷായ രൂപത്തിൽ ഇങ്ങോട്ട് പെരുമാറിയിട്ട് പോലും തിരിച്ചൊരു വാചകം പോലും പറയാതെ ഏറ്റവും മാന്യമായി തിരിച്ചയച്ച ഒരു സംഭവമാണ്. ആ സംഭവത്തെ ഞാൻ നേരത്തെ പറഞ്ഞത് ഇപ്പോൾ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി. അപ്പൊ ഇതാണ് യഥാർത്ഥത്തിൽ ഇതിനോളം ഇതൊക്കെ ഇവരുടെ വെളുപ്പിക്കൽ ശ്രമം മാത്രമാണ് കേട്ടോ. ഇതിങ്ങനെയൊന്നും അല്ല ഇവിടെ നടന്നിട്ടുള്ളത്. പറയട്ടെ. ഓക്കെ, ഇതങ്ങനെയൊന്നും അല്ല നടന്നിട്ടുള്ളത്. നിന്റെ ശരീരം എനിക്ക് ദാനം ചെയ്യൂ എന്ന് തന്നെയാണ് ആ ഹദീസിൽ നമുക്ക് വായിക്കാൻ കഴിയുക. നിന്റെ ശരീരം എനിക്ക് സമർപ്പിക്കൂ എന്ന് പോയി ചോദിക്കുകയാണ്. അപ്പൊ ആ പെണ്ണ് ആട്ടി വിടുകയാണ്. പുല്ലേ, താൻ ആരാന്നാണ് ഈ ചോദിക്കുന്നത്? പച്ചത്തെറി, നമ്മള് ടോമി സെബാസ്റ്റ്യന്റെ ഭാഷയെ പറഞ്ഞ പച്ചത്തെറിയാണ് അവിടെ വിളിച്ചത്. താൻ ആരാ? താൻ ഏത് കോപ്പിലെ പ്രവാചകനാണെങ്കിലും നല്ല എക്സ്പീരിയൻസ് ഉണ്ട് തോന്നുന്നു ഇങ്ങനെ കേട്ടിട്ട് അല്ലേ, പോലെ എന്ന് പറഞ്ഞിട്ട് ആരിഫ് ഹുസൈൻ നല്ല എക്സ്പീരിയൻസ് ഉണ്ട് തോന്നുന്നു. അപ്പം ഇതാണ് ഇപ്പോൾ ആരിഫ് പറഞ്ഞത്, വിവാഹം കഴിച്ചിട്ടൊന്നുമില്ല. ഇവരുടെ ഒരു പരിപാടി, ഇവരുടെ ഫ്രീ തിങ്കേഴ്സിന്റെ ഈ ലിബറൽസിന്റെ ഒരു പരിപാടി നടത്താൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോയതാണ്, അങ്ങനെ പോയതാണ് എന്നാണ് അവൻ പറയുന്നത്. കൈയെടുക്കുന്നതാണ് പറഞ്ഞത്. അപ്പൊ ആ പെണ്ണ് സഹകരിക്കുന്നില്ല എന്ന് കണ്ടിട്ട് എന്നാ പിന്നെ അവൾക്ക് എന്തെങ്കിലും പറഞ്ഞ് കൊടുത്തു വിട് എന്ന് പറഞ്ഞ് വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സംഭവത്തെയാണ് ഇവർ വിവാഹം ചെയ്തു എന്ന് വരുത്തി തീർക്കുന്നത്. വിവാഹം ചെയ്തതിന് എവിടെയാ തെളിവ്? ഇതൊക്കെ പല ആവർത്തി നമ്മൾ പറഞ്ഞ് തെളിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, തെളിയിച്ച് കാണിച്ചിട്ടുള്ള കാര്യം. പക്ഷെ ഇപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കും. ആസനത്തിൽ ആല് മുളച്ചിട്ടുണ്ടെങ്കിൽ തണലാന്ന് പറയലൂ, ആ ഒരു സെറ്റപ്പാണ് ആരിഫ്. എന്ത് പറഞ്ഞാലും ആരിഫ് ഒരു കുഴപ്പമില്ല, നാണം കെട്ടാലും ഞാൻ അങ്ങനെയാണ്, എനിക്ക് പ്രശ്നമൊന്നുമില്ല. അതേപോലെ വഷളായിട്ടുണ്ടെങ്കിൽ അതെനിക്ക് വിഷയമല്ല, നോണ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും, അതൊന്നും എനിക്ക് വിഷയമല്ല. അങ്ങനെ ഒരു സാധനമാണ് ഈ ആരിഫ്. പക്ഷേ ലിയാഖത്തലിക്ക് കാര്യം മനസ്സിലായി, ലിയാഖത്തലി അവന് മനസ്സിലായി ഇത് കുടുങ്ങുമെന്ന്. അപ്പോൾ പക്ഷേ കാരണം എന്താ, ലിയാഖത്തലിയുടെ ഒരു ശൈലി അങ്ങനെ, ലിയാഖത്തലി ഒരു നന്മമാരാണല്ലോ, ഒരു പുണ്യളനാണല്ലോ. അപ്പോൾ അവന് ഈ അഭിമാനം പോകുന്ന പ്രശ്നം അത് അവൻ സഹിക്കില്ല. അപ്പോൾ ആ സമയത്ത് ലിയാഖത്തലി കാര്യം പറയുന്നുണ്ട്, അതൊന്ന് കാണാം. ഞാനും ആരിഫിന്റെ വിഭാഗത്തിൽപ്പെട്ടതാണ്, ഞാനും ആരിഫും ഒരുപോലെയല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ അറിയോ, ആരിഫിന്റെ പോലെ എന്ന് പറഞ്ഞാൽ നാണക്കേടാണ്. അതുകൊണ്ടാണ് ഈ പറയുന്നത് ഞാനും ആരിഫും ഒരേപോലെ അല്ല എന്നുള്ളത്. ഒരുത്തിന് മറുകുണ്ട്, ഒരുത്തിന് മറുകില്ല എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. അടുത്ത ബാക്കി കേൾക്കാം. കല്യാണം കഴിഞ്ഞ് കൊണ്ടുവന്നാണെന്ന് ഹദീസിലുണ്ട്.
കല്യാണം കഴിഞ്ഞെന്ന് എവിടെയാ തെളിവ് എന്ന് ആരിഫ് ചോദിക്കിന് ആരിഫിന് മറുപടി പറയാം. അല്ലേ, ഹദീസിലുണ്ട്, കല്യാണം കഴിഞ്ഞ് കൊണ്ടുവന്നുള്ളത് ഹദീസിലുണ്ട്. പിന്നെ അവരെന്താ പ്രശ്നം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചൊരു സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു, അവർ ഒരുമിച്ച് താമസിക്കാൻ ശ്രമിക്കുന്നു. ഇവരെന്തിനാ എത്തി നോക്കാൻ പോണത്? ഇവരാരും നോക്കിയാൽ പോരെ? ആരെങ്കിലും വിവരമുള്ള ഇതിലെ മനുഷ്യനെ വിവാഹം കഴിഞ്ഞ വിഷയം എടുത്തിട്ട് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും. അതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഇത് ചുമ്മാ തട്ടിപ്പും ഫുൾ ഉടായിപ്പാണ് ഇവർ. ലിയാഖത്തലി പറഞ്ഞല്ലോ ഹദീസിലുണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഹദീസിലുണ്ട്, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ച് ഹദീസിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ലിയാഖത്തിലേക്ക് ഉരുളാണ്, കുറച്ചൊരൊറ്റ ഉരുളാണ്. അങ്ങനെ കടന്ന് ഉരുണ്ട് ഡയലോഗ് അടിക്കുന്നുണ്ട്. അത് കേട്ടോ. അതൊരു വിവാഹമാണ് എന്ന് സ്ഥാപിക്കാൻ കഴിയുമോ? ഇല്ല. അത് വിവാഹമാണോ? അല്ല. ഈ തബക്കാത്തുൽ കബീറിൽ പറയുന്നത് മുഹമ്മദ് നബി കല്യാണം കഴിച്ചു, പക്ഷെ കൺസ്യൂമേറ്റ് ചെയ്തില്ല. കല്യാണം കഴിച്ചു, പക്ഷെ നമ്മളതല്ല പറഞ്ഞത്, പ്രവാചകൻ വിവാഹം കഴിച്ചു, അത് വീട് കൂടിയില്ല. പരിപാടിയിലേക്ക് കടക്കാതെ പിന്തിരിഞ്ഞു പോയ തരം കല്യാണങ്ങളുടെ ലിസ്റ്റ് വിശദീകരിക്കുകയാണ് തബക്കാത്തുൽ കബീറിലെ ഈ പേജിലൂടെ. കണ്ടോ, അതിനകത്ത് തന്നെയാണ് ഈ കല്യാണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഒന്നുകൂടി കേട്ടോ. അതൊരു വിവാഹമാണ് എന്ന് സ്ഥാപിക്കാൻ കഴിയുമോ? ഇല്ല. അത് വിവാഹമാണോ? അല്ല. പറഞ്ഞു, shall I marry you to the most beautiful widow among the Arabs? നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, ഏറ്റവും സുന്ദരിയായിട്ടുള്ള വിധവയെ വിവാഹം കഴിപ്പിച്ച് തരട്ടെ എന്ന് ചോദിക്കുന്ന ഒരു കാര്യമാണ്. അതൊക്കെ അവൻ പറയുന്നുണ്ട്. അറബികളുടെ കൂട്ടത്തിലുള്ള ഏറ്റവും സുന്ദരിയായ വിധവയെ ഞാൻ നിനക്ക് കല്യാണം കഴിച്ച് തരട്ടെ. അതൊരു വിവാഹമാണ് എന്ന് സ്ഥാപിക്കാൻ കഴിയുമോ? ഇല്ല. അത് വിവാഹമാണോ? അല്ല. അപ്പൊ നിങ്ങൾ ഏതായാലും ഇതൊക്കെ വെരിഫൈ ചെയ്ത് തരുന്നുണ്ട്. നമ്മൾ ഇനി എടുത്ത് വീഴ്ചയുള്ളൂ, ബാക്കി നിങ്ങളായി നിങ്ങളെ പാടായി. ഇനി വേറെ രസം എന്താ അറിയുക, ആരിഫ് ഈ സാധനം ഇവൻ പറഞ്ഞ സംഭവം വായിക്കുന്നുണ്ട്. അത് കേൾക്കാം, കാരണം എക്സ് ഹോമിയോ ഡോക്ടർ ആണല്ലോ. അസ്മ ബിൻത് നുഅ്മാൻ, ഇതാണ് വേറൊരാൾ, ഡിവോഴ്സ്. ഷി വാസ് എ പ്രിൻസസ് ഫ്രം യമൻ whose family hoped the marriage alliance would ward off a military invasion from Medina. സെയിം സാധനമാണ് വായിക്കുന്നത്, അതുപോലും മനസ്സിലാക്കാനുള്ള വിവരമില്ല. എന്താ ചെയ്യുക? അപ്പോൾ നമുക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് സംഘി ഫണ്ട് വാങ്ങിയവർ, സംഘി ഫണ്ട് വാങ്ങിയാൽ പിന്നെ സ്വാഭാവികമായിട്ട് പണിയെടുക്കണമല്ലോ. പണിയെടുക്കുന്നതിൻ്റെയൊക്കെ ഒരു രീതിയാണത്. പണിയെടുക്കുന്നുണ്ട്, ആ പണിയെടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പക്ഷെ എന്നാലും ആ സംഘി ഫണ്ട് വാങ്ങിയവർ അവസാനം പറയുന്നൊരു ഡയലോഗ് കൂടെ കേട്ടോ. ഒരു മാസ് ഡയലോഗാണ്, അനുയായികളൊക്കെ കോരി തയ്ക്കും. വേണം കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ബാസിൽ പറഞ്ഞു വിവാഹം കഴിച്ചിട്ടുണ്ട് എന്ന് തറപ്പിച്ച് പറയാണ്. നമ്മൾ വിവാഹം കഴിച്ചത് സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഏതായാലും പിന്നെ ഞാൻ കൂടുതൽ തപ്പി നോക്കിയപ്പോൾ സംഗതി നേരാ തിരുമേനി വിവാഹം കഴിച്ചിട്ടുണ്ട്. ആ വിവാഹം ഒരു മൂട്ട കല്യാണമായിരുന്നു എന്നുള്ള. സംഘികൾ ജയിച്ചേ അല്ലേ? ഫണ്ട് വാങ്ങിയതിന് നല്ല പണിയെടുക്കുന്നുണ്ട്. അപ്പം സംഘികൾ ജയിച്ചേ, ആരിഫ് ഹുസൈൻ ജയിച്ചേ അല്ലേ, ഫയൽമാൻ ജയിച്ചേ എമ്മാര് മാസ് ഡയലോഗ്. ലാസ്റ്റ് അവസാനം വിവാഹം തെളിയിക്കാൻ പറഞ്ഞ ആൾ അവസാനം അത് മൂത്താപ്പ കല്യാണമെന്ന് പറയുന്നത്, മൂത്ത മാരേജ്, ടെമ്പററി മാരേജ് ആണെന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ നോക്കുകയാണ്. അപ്പം നമുക്കറിയാം മാനവുമില്ലാത്ത. അപ്പോൾ ആരിഫെ, നീ ചെയ്തിട്ടുള്ള ഒരുപാട് ഉടായ്പകളിൽ നിന്ന് ഒരു ഉടായ്പ ഞാൻ എൻ്റെ മുമ്പിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് ഉടായ്പ നീ കാണിച്ചിട്ടുണ്ട്, നീ ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം സംഘി ഫണ്ടൊക്കെ നല്ലോണം വാങ്ങി നല്ലോണം ബിരിയാണിയൊക്കെ അടിച്ച് ജീവിച്ചോ. ശരി, വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.